ഹർഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശനും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള ഒരു തുറന്ന പോര് നമ്മൾ കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടി വി.ഡി. സതീശനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നേമത്ത് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നേമത്ത് വന്ന് മത്സരിച്ച BJP-യെ തോൽപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശരിക്കും ശിവൻകുട്ടിക്ക് നേമത്ത് തോൽക്കുമെന്നുള്ള ഉറപ്പാണോ, അതോ പറവൂരിൽ വി.ഡി. സതീശൻ ജയിക്കുമെന്നുള്ള പേടിയാണോ? എന്തായിരിക്കാം ഇതിന് പിന്നിലെ ചെയ്തോ വികാരം? അല്ല, ഇതില് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേമത്ത് ധൈര്യമുണ്ടെങ്കിൽ വന്ന് BJP-യെ തോൽപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ BJP ജയിക്കും എന്നുള്ളത് ശിവൻകുട്ടിക്ക് ഉറപ്പാണോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. നേമത്ത് മത്സരിക്കുന്ന LDF കാൻഡിഡേറ്റ് ആരാണ്? ശിവൻകുട്ടിയാണ്. സ്വാഭാവികമായും ശിവൻകുട്ടി മത്സരിക്കുന്നിടത്ത് BJP ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ശിവൻകുട്ടിക്ക് വന്നെങ്കിൽ അവിടെ തീർച്ചയായും BJP-യെ ജയിക്കാനുള്ള എല്ലാ സഹായങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നതിൽ, നമ്മൾ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത് ചോദിച്ചതുപോലെ പറവൂരിൽ വി.ഡി. സതീശൻ ജയിക്കുമെന്നുള്ള ഭയമാണെന്ന് ചോദിച്ചാൽ അത് ഭയമല്ലാതെ അവർക്ക് ഉറപ്പാണ്. ആ ഒരു ഉറപ്പിന്മേലുള്ള ഒരു കളിയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. വി.ഡി. സതീശനെതിരെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ പന്ന്യൻ രവീന്ദ്രനെ പോലെ മുതിർന്ന ഒരു നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിന് വി.ഡി. സതീശന് തന്റെ ഭൂരിപക്ഷം ഉയർത്താനല്ലാതെ ഒരു തരി പോലും താഴ്ന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ വി.ഡി. സതീശൻ പറവൂരിൽ വിജയിക്കും എന്നുള്ളത് തീർച്ചയായുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നേമത്തേക്ക് ഇങ്ങനെ ഒരു വെല്ലുവിളി. പക്ഷേ നേമത്ത് വെല്ലുവിളി എന്ന് പറയുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ തോൽപ്പിച്ച് കാണിക്കൂ എന്ന് പറയുന്നിടത്ത് നിന്നും ധൈര്യമുണ്ടെങ്കിൽ വന്ന് BJP തോൽപ്പിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും RSSനെതിരെ സംസാരിക്കുന്ന ആളാണ്, എപ്പോഴും RSSനെതിരെ നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ താങ്കൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ വന്ന് മത്സരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം RSSനെതിരെ സംസാരിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായും BJP-യെ തോൽപ്പിക്കുക, അതിനെതിരെ സംസാരിക്കുക, അവിടെ ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്തുക. അതുപോലെ നമ്മൾ ഈ PR ടീമിന് ഈ RSSനെതിരെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ PR ടീമിന് കട്ട് ചെയ്ത് റീലാക്കാൻ കുറെ കണ്ടന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എടുത്തു വെച്ച് വൃത്തിയായി സോഷ്യൽ മീഡിയയും അല്ലാതെയും ഒക്കെ ഈ പ്രചാരണം നടത്തി അവിടെ വിജയിക്കണം. അവിടെ BJP-ക്ക് അക്കൗണ്ട് ഇനിയും തുറക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള ശക്തമായ പ്രചാരണ പരിപാടികൾ നടക്കണം. അതിന് അദ്ദേഹത്തിന് സ്വയം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വി.ഡി. സതീശന്റെ കൂട്ടുപിടിക്കട്ടെ, അതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കണം. വി.ഡി. സതീശൻ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം തോറ്റാലും BJP ജയിക്കില്ല എന്നുള്ള ഒരു സാധനം, ആ ഒരു ഇന്നർ മീനിങ് ആണ് ഇപ്പോൾ ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം BJP-ക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു പോലെ എന്നെ തോൽപ്പിക്കൂ എന്ന് പറയുന്നിടത്ത് BJP-യെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിനപ്പുറം അദ്ദേഹം പറയുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നു പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളെ കുറിച്ച്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖജനാവിൽ പണമില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൂച്ച പെറ്റി കിടന്നോട്ടെ, അതിനിപ്പോൾ എന്താ, ഒരു പൂച്ചയെ പോലും പെറാൻ സമ്മതിക്കില്ലേ? ഇതാണോ നിങ്ങളുടെ നിലവാരം എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശിവൻകുട്ടി പോയി. ഇവിടെ ഇപ്പോൾ നിലവാരം നടക്കുന്നത് ശിവൻകുട്ടി ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, വി.ഡി. സതീശന്റെ വാഹനത്തിൽ ഡീസൽ നിറയ്ക്കാൻ പണമില്ലാതെയായോ? താങ്കൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റാതെയായോ? താങ്കൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ? അതപ്പോ ശിവൻകുട്ടിയുടെ ഒക്കെ മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കണം. മന്ത്രിമാർക്കോ പ്രതിപക്ഷ നേതാവിനും MLA-മാർക്കോ ഒക്കെ സ്വൈര്യ ജീവിതത്തിനും ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫിനും പണമുണ്ട്. അപ്പൊ ഖജാവിന് പണം ഇല്ലെന്ന് പറയാൻ പറ്റില്ലെന്ന്. ഇതല്ല നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമുണ്ടോ? ആശുപത്രികളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ പണമുണ്ടോ? അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പണമുണ്ടോ? റോഡ് നന്നാക്കാൻ പണമുണ്ടോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതാണ് ഈ പ്രതിപക്ഷവും പൊതുജനവും ചോദിക്കുന്നത്. നമ്മുടെ ഖജനാവിൽ പണമില്ല എന്ന് പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ പണമുണ്ട് എന്ന് പറഞ്ഞ ഖജനാവിൽ പണമുണ്ട് എന്നല്ലല്ലോ. അല്ല, ഇവിടെ ഖജനാവിൽ പണമില്ല എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അത് ശിവൻകുട്ടി മറന്നുപോയതാണോ എന്നറിയില്ല. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ടുള്ള മറവിയായിരിക്കാം ഒരു പക്ഷേ. ഇവിടെ ആദ്യം ഖജനാവിൽ പണമില്ല എന്ന് തുറന്നു പറഞ്ഞത്, ജനങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു മുട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഖജനാവിൽ പണം തീർന്നു, കേന്ദ്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സഹായം നൽകുന്നില്ല എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എല്ലാം ഈ പറയുന്നത് പോലെ ജയിക്കാൻ വേണ്ടി എന്തും പറയാമെന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ശിവൻകുട്ടി പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് കൃത്യമായി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ
വി ഡി സതീശൻ ശിവൻകുട്ടിയുടെ പഴയകാല ചരിത്രങ്ങൾ കുറച്ച് തുറന്ന് വെളിപ്പെടുത്തിയപ്പോൾ അതിനുശേഷമാണ് ശിവൻകുട്ടി ഹാലിളകിയ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് തോൽവി ഭയം കൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അറിയില്ല. ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോൽവി ഭയം ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹം തോൽക്കും എന്നുള്ളൊരു വിശ്വാസം ശിവൻകുട്ടിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിനിപ്പോൾ വി ഡി സതീശന് പകരം ഇനി കോൺഗ്രസിൽ നിന്ന് ആര് വന്ന് മത്സരിക്കും, ഇനി ആര് മത്സരിച്ചാലും ആര് വിജയിക്കും എന്നുള്ള സംശയവും, അതോടൊപ്പം തന്നെ തന്റെ മണ്ഡലത്തിൽ BJP വിജയിച്ചാൽ ഒരുപക്ഷെ താൻ BJPക്കെതിരെ സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും തീർച്ചയായും അവിടെ ഒരു CJP ബന്ധമുണ്ട് എന്നുള്ളത് വന്നിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതിനപ്പുറത്തേക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശിവൻകുട്ടിയും പിണറായി വിജയനും ആണല്ലോ PM ശ്രീയിൽ മറ്റാരും അറിയാതെ ഒപ്പിടാൻ മുന്നിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ BJPയുമായുള്ള ശിവൻകുട്ടിയുടെ ബന്ധം എന്താണ് എന്നുള്ളത് കൂടി തുറന്നു കാണിക്കുമെന്നുള്ള ഭയമാണ് ശിവൻകുട്ടി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞൊരു വെല്ലുവിളിയുടെ പിന്നിലുള്ളത്. അതെ, ഇപ്പോൾ നിയമം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലമാണ്. അവരെ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പിച്ച മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ CPM കാൻഡിഡേറ്റ്, അതായത് ശിവൻകുട്ടി മത്സരിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആരായിരിക്കും ഇതിന് പകരം മത്സരിക്കുക എന്നീ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. 2 ടേം കഴിഞ്ഞ ആൾക്കാരെ മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിവൻകുട്ടിയെ മത്സരിക്കാൻ എല്ലാവരും സമ്മതം അറിയിച്ചിട്ടുണ്ട് CPMന്റെ നേതൃത്വത്തിൽ നിന്ന്. എന്നാലും അദ്ദേഹത്തിന് ഈ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഓൾറെഡി ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളത്തിൽ ഇടത് നേതാക്കൾക്ക് ജയിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് അവിടെ BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പോലും വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെ നിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചകൾക്കുള്ളിൽ കാൻഡിഡേറ്റ് ലിസ്റ്റ് പുറത്തു വരും. അപ്പോൾ നമുക്കറിയാം അവിടെ ആരായിരിക്കും മത്സരിക്കുക എന്നുള്ളത്. നിയമത്തെ സംബന്ധിച്ച് അതൊരു ഇടത് വേരോട്ടം കൂടുതലുള്ള ഒരു മണ്ണാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ ശിവൻകുട്ടിയാണ് ജയിച്ചത്. അതിനു മുൻപ് ജയിച്ചത് O രാജഗോപാലായിരുന്നു, BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ വിജയം എന്ന് തന്നെ പറയണം. O രാജഗോപാലിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇലക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ തോറ്റ് അവസാനം അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളൊരു നിലയിൽ വിജയിച്ചു പോയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അവിടെ ഇപ്പൊ എത്രത്തോളം BJPക്ക് വേരോട്ടമുണ്ട് എന്നുള്ളത് സംശയമാണ്. CPMന്റെ വോട്ട് ഷെയർ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ BJPക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നേമത്തെന്നല്ല വേറെ ഏത് മണ്ഡലത്തിലാണെങ്കിലും CPMന് എത്ര വേരോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെയെല്ലാം കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അത് തന്നെയായിരിക്കാം ശിവൻകുട്ടി പറഞ്ഞത്, എന്നെ കൊണ്ടാവില്ല, നിങ്ങളെങ്കിലും ഒന്ന് വന്ന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പറവൂരിൽ നിർത്താൻ പോകുന്ന സ്റ്റാർ കാൻഡിഡേറ്റ് ഒരുപക്ഷെ CPMന് സെറ്റ് ആയില്ല എന്ന് തോന്നുന്നു. കാരണം CPI നിർത്തുന്ന കാൻഡിഡേറ്റിനെതിരെ എന്തായാലും ഒരു സ്വതന്ത്രനെങ്കിലും മത്സരിപ്പിക്കും എന്നുള്ളത് CPM ഇതിന് മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ CPM പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തണം. ഇത് രണ്ടിനുമുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വി ഡി സതീശനെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി കുറച്ചെങ്കിലും ഭൂരിപക്ഷം കുറക്കാൻ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനുള്ള ഭൂരിപക്ഷമെങ്കിലും കുറക്കാനുള്ള സാഹചര്യത്തിന് പറ്റുന്ന നേതാവിനെ നിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും ശിവൻകുട്ടി ഒരു തവണ മത്സരിച്ചു, വിജയിച്ചു, പിന്നീട് തോൽവി ഏറ്റുവാങ്ങി, പിന്നെ വീണ്ടും വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ നിയമമണ്ഡലത്തിൽ. അടുത്ത തവണ വിജയിക്കാനും തോൽക്കാനുമുള്ള സാധ്യതകൾ 50-50 ചാൻസ് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വോട്ട് BJPക്ക് കിട്ടുന്ന ഒരു ഭൂരിപക്ഷമെങ്കിലും കുറക്കാനാണ് വി ഡി സതീശനെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തായാലും പറവൂരിൽ CPMന് കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടില്ല, സ്വതന്ത്രമായി മത്സരിക്കാനുള്ള കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടില്ല. വി ഡി സതീശനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് CPMന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു ശിവൻകുട്ടിയുടെ ഒരു വെല്ലുവിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പറവൂരിൽ വി ഡി സതീശൻ മത്സരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് മാത്രമാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില MLA-മാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉറപ്പായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശിവൻകുട്ടിയെ തോൽപ്പിക്കാനുള്ള 18ാമത്തെയും 19ാമത്തെയും അടവുകൾ CPMന് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ മടക്കി മാറ്റി വെക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധി.